രാഘവേട്ടൻ പറഞ്ഞാൽ ഞാൻ അനുസരിക്കും. പക്ഷേ ഇത് മാത്രം എന്നോട് പറയരുത്. മോനെ, ആകാശത്തിന്റെ ചോട്ടില് ആരെയും പേടിക്കാനില്ലാത്തവരാ അവര്. നിന്റെ അച്ഛനും കൂട്ടും. നിനക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ? എന്ത് പറ്റാൻ? പറ്റാനുള്ളതൊക്കെ എന്നോ പറ്റിക്കഴിഞ്ഞില്ലേ രാഘവേട്ട. ഒരു ജീവിതം മുഴുവൻ കരഞ്ഞു തീർത്തില്ലേ എന്റെ അമ്മ. നിങ്ങളുടെ മുന്നിലും കരഞ്ഞിട്ടില്ലേ കുഞ്ഞുലക്ഷ്മി. ആ കണ്ണീർ എന്നെ കാത്തോളും. രാഘവേട്ടൻ ധൈര്യമായിട്ട് പോ. ഞാൻ വരും പുല്ലൂരാമ്പാറയ്ക്ക്. വന്ന കാര്യം നടത്തിയേച്ച്. അനർത്ഥങ്ങളൊന്നും വരുത്താതെ നീ വരണം. പ്രാർത്ഥനയുണ്ട്, സകല ദൈവങ്ങളോടുമുള്ള പ്രാർത്ഥന. അല്ല, താജ്മഹലിന്റെ ഒത്ത് കടന്ന മാതിരിണ്ടത്. അല്ല, ഇവിടെ ആളും മനുഷ്യനൊന്നും ഇല്ലേ? അലിയന്റെ വീടാ? അവന്റെ അപ്പൻ. എന്റെ ഭാഗ്യടാ. ശരിക്കും ഇവർക്ക് ഒരു നായിനെ പോറ്റാ. ഈ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം കേട്ടോ. ഓ അല്ല, പൊളിഞ്ഞു. അല്ല, ഇതിപ്പോ എവിടെയാ ഞെക്കണ്ട? കോലോട് ചോദിച്ചിട്ടേ ഈ വിവരമില്ല എവിടെയും നെക്കിട്ട് നമ്മളെ ഡീസന്റ് കളയണ്ട. ഇവിടെ ആള് താമസല്ലേ? നമ്മള് വരുന്നപ്പോ കൊഴിഞ്ഞു പോയോ? അതാണ്. നിങ്ങൾ ആരാ? തുറന്നു എന്താ? ആവൂ, വീടും ചുറ്റുപാടും ഒക്കെ കൊള്ളാലോ ദാദാ. അത് കൊള്ളിക്കാ. ആരാ നിങ്ങള്? എന്താ വേണ്ടത്? എന്താ വേണ്ടെന്നൊക്കെ പിന്നെ പറയാൻ മോനെ. നീ നിന്റെ മോനാളിയെ വിളിക്ക്. ഞങ്ങൾ കാരണവന്മാര് തമ്മിൽ സംസാരിച്ചോളാം. ഞാൻ അദ്ദേഹത്തിന്റെ മോനാ. എന്റെ അളിയനാവാൻ പോകുന്ന ചെക്കൻ. അല്ലേ വേണ്ട, മൂപ്പരെ ബുദ്ധിമുട്ടിയാണ്. ഞാൻ വിളിച്ചോളാം. അച്ഛൻ അച്ഛോ പുറത്ത്. എന്താ അവിടെ? നമസ്കാരം. നിങ്ങളൊക്കെ ആരാ? കണ്ടോ, ഇതാണ് മര്യാദ. ആരാ എന്താന്നൊക്കെ പറയാനും ഒന്ന് പരിചയപ്പെടാനും വേണ്ടിയാ വന്നത്. നാളെ എന്റെ പെങ്ങള് വന്ന് കയറി താമസിക്കേണ്ട വീടല്ലേ. കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു പോകേണ്ടത് മൂത്ത ഏട്ടൻ എന്ന നിലയ്ക്ക് എന്റെ ഉത്തരവാദിത്വമല്ലേ. അളിയന്റെ അച്ഛൻ ഇരുന്നാട്ടെ. ഇരിക്കണോ? എന്താണ് സ്ഥിതി? ഒരാൾ ഇരിക്കാൻ പറയാ, ഒരാൾ എണീക്കാൻ പറയാ. ഞാനിപ്പോ എന്താ വേണ്ടേ? വന്ന കാര്യം മാന്യമായിട്ട് ചെയ്യുക, പോവുക. അപ്പൊ മേനോൻ സാറേ, വന്ന കാര്യം പറയാലോ. ഇപ്പൊ പറഞ്ഞില്ലെങ്കിലും നാളെ നിങ്ങൾ അറിയും. എന്നാലും എന്റെ ഒരു മര്യാദ ഉണ്ടല്ലോ. നിങ്ങളുടെ മോൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ അച്ഛൻ MRS മേനോന്റെ മൂത്ത മോൻ അച്യുതൻകുട്ടിയാ ഞാൻ. പക്ഷെ ഇങ്ങനെ ഒരു മോനുള്ള കാര്യം എന്റെ അച്ഛൻ പുറത്തു പറയൂല. പുറത്തു പറയാൻ കൊള്ളൂലെന്നേ. നല്ല പ്രായത്തില് പുള്ളിക്ക് പറ്റിയൊരു അബദ്ധ. പക്ഷെ ഇപ്പൊ നാട്ടുകാരൊക്കെ കുറേശ്ശെ അറിഞ്ഞു തുടങ്ങി. ഇനി മേനോൻ സാറിന് വല്ല സംശയം ഉണ്ടെങ്കിൽ ഫോണല്ലേ ഇരിക്കുന്നത്, ഒന്ന് വിളിച്ചു ചോദിച്ചേ. നിനക്കെന്റെ സ്വഭാവം അറിഞ്ഞൂടാ. വീട്ടിൽ കയറി വന്ന് തോന്നിവാസം കാണിക്കുന്നു. ദാദാ, കാര്യമൊക്കെ കൊള്ളാം. എന്റെ പെങ്ങൾക്ക് പറ്റിയ ബന്ധം തന്നെ. പക്ഷെ ഒരു കുറവുണ്ട്. എന്താ ഇത് പറയാ? അത് തന്നെ. പറഞ്ഞത് ലേശം കുറവാ. സാരമില്ല. ഇനിയിപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കേറി ഇറങ്ങേണ്ടതാണല്ലോ. അപ്പൊ തൽക്കാലം പോവാ. അളിയ പോട്ടെ. അറിഞ്ഞോ അറിയാതെയോ എനിക്ക് ശത്രുക്കൾ ഒരുപാടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. നോനോ, ഇതൊരു ന്യായമല്ല. അങ്ങനെയാണെങ്കിൽ സൊസൈറ്റിയുടെ മുമ്പിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാൻ സാധിക്കണം. ഇല്ലാത്തിടത്തോളം നിങ്ങൾ അത് അഡ്മിറ്റ് ചെയ്യുന്നല്ലേ അർത്ഥം? ചില്ലറക്കാരിയാണോ അവൻ പറഞ്ഞു നടക്കുന്നത്? ഞാൻ ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്നാ? അത് നിങ്ങൾ തന്നെ തീരുമാനിക്കും. ഇങ്ങനെ മുഖത്തടിച്ച പോലെ സംസാരിക്കരുത് മിസ്റ്റർ മേനോൻ. വളരെ നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ള ബന്ധമാ. കുട്ടികളും ആശിച്ചിട്ടുണ്ടാവും. എന്നിട്ടിപ്പോ അറിയാലോ, പേരുദോഷം കേൾപ്പിക്കാത്ത ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എനിക്കുണ്ട്. ഈ ബന്ധത്തിന്റെ പേരിൽ മാത്രം അത് കളഞ്ഞു കുളിക്കാൻ എന്നെ കൊണ്ടാവില്ല. സോറി മിസ്റ്റർ മേനോൻ, എനിക്കൊന്ന് ആലോചിക്കണം. എങ്കിലും ആ ആലോചന കഴിഞ്ഞിട്ട് മതിയായിരുന്നല്ലോ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വിളമ്പാനുള്ള ഈ വരവ്. നാട്ടുകാർക്ക് നല്ലോണം അറിയാൻ ശ്രീധര മേനോന് കൊട്ടി ഘോഷിക്കാൻ വലിയ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലെന്ന്. ഇനിയിപ്പോ ഈ വയസ്സുകാലത്ത് ഉണ്ടാക്കിയിട്ട് വേണം എന്റെ മോളെ കെട്ടിക്കാനെങ്കിൽ എനിക്കും ഒന്ന് ആലോചിക്കണം. സൗജന്യമായിട്ടൊന്നും അല്ലല്ലോ എന്റെ മോളെ കെട്ടിക്കോളാൻ നേട്ടത്. നിങ്ങൾക്ക് തരാൻ വെച്ചത് വേറെ ആർക്ക് കൊടുത്താലും അവളെ പാട്ടും പാടി കൊണ്ടുപോകാൻ ആളുണ്ട്. മേനോൻ ഇറങ്ങാം. വലിയ വലിയ ആൾക്കാരോടൊക്കെ നിന്റെ കളിയല്ലേ? കുടുംബക്കാർക്ക് മാനക്കേടുണ്ടാക്കുക, പെൺകുട്ടികളുടെ കല്യാണം മുടക്കുക. പറയാ, പിന്നെ എന്തൊക്കെയാ നിന്റെ കയ്യിലെ നമ്പറുകൾ?
MRS മേനോൻ നിന്റെ ആരാന്ന് പറഞ്ഞ് പറയടാ, ആരാന്ന് പറയാൻ. നിന്റെ എത്രാമത്തെ തന്തയടാ മേനോൻ ചേട്ടൻ? ഈശയിൽ ഇത്തിരി കാശും കൊള്ളാവുന്ന തടിയുള്ള ആണുങ്ങളുടെ മുമ്പിൽ തള്ളയ്ക്ക് ജനിച്ചു പോയെങ്കിൽ പിന്നെ അതും ഈ വർമ്മയ്ക്ക് വേറെ പണിയില്ല വക്കീൽ സാറേ. ഇവനൊക്കെ വേണ്ടിയുള്ള വില കളയാൻ. എടാ, ടെസ്റ്റ് ഡോസ് ആയിട്ടുള്ളൂ, ഇതിലും കൂടിയാനും വേറെ ഉണ്ട്. നമുക്ക് കൂടെ കൂടെ കണ്ടോണ്ടിരിക്കാം. ചെല്. ഓ, കിടക്കരുത്. കിടത്തം ഒരു കണക്കിന് തോൽവിയാ. അതെവിടെ കിടന്നാലും ശരി. മദ്യപിച്ച് ബോധമില്ലാതെ നീ സർക്കിൾ ഇൻസ്പെക്ടർ ഓഫീസിൽ കയറിച്ചു. സർക്കിൾ ഇൻസ്പെക്ടറെയും 3 പോലീസുകാരെയും തല്ലി പരിക്കേൽപ്പിച്ചു. ഇങ്ങനെയൊരു കേസ് നിന്റെ പേര് അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടോ? എന്തേ, പേടിയുണ്ടോ? വാ. നല്ല വേദനയുണ്ട് മനസ്സിനും ശരീരത്തിനും, അല്ലേ? കള്ളക്കേസിൽ കൊടുക്കും, ചതിച്ചു കൊല്ലാൻ ശ്രമിക്കും. ശത്രു സംഹാരത്തിന് നിന്റെ അച്ഛന്റെ കണക്ക് പുസ്തകത്തിൽ ഇനിയും നെറുകേടുകൾ ധാരാളമുണ്ട്. ആ അച്ഛന്റെ മകനാണ് നീ. പക്ഷേ നീ തിരഞ്ഞെടുക്കുന്ന വഴി അയാളത് പോലെ അല്ല. അതാണ് നിന്നോട് എനിക്കുള്ള ബഹുമാനം. നേർക്ക് നേരെ നീ തലയുയർത്തി നിന്നാൽ താനേ വീഴും മേനോൻ. നാണക്കടിൽ മുങ്ങി ശ്വാസം മുട്ടുമ്പോൾ അയാൾ നെഞ്ചിൽ തട്ടി സമ്മതിക്കും നീ അയാളുടെ മോനാന്ന്. ഇന്ന് രാത്രി അവരുടെ ഹോട്ടലിൽ ഒരു വലിയ പാർട്ടി നടക്കുന്നുണ്ട്. നിന്റെ അച്ഛൻ അയാളുടെ പുത്രന്റെ പേരിൽ തുടങ്ങാനിരിക്കുന്ന ടയർ ഫാക്ടറിയുടെ ടെക്നിക്കൽ അഡ്വൈസേഴ്സ്, സമൂഹത്തിലെ ഉന്നത വ്യക്തികൾ എല്ലാവരും കൂടിച്ചേർന്നൊരു ഗെറ്റ് ടുഗദർ. അവിടെ കയറി ചെല്ലാൻ കുഞ്ഞുലക്ഷ്മിയുടെ മോന് യോഗ്യനാണ്. എന്തേ? ഹലോ ഇംഗ്ലീഷ് പാട്ടുകാരെ, ഒന്ന് നിർത്ത്. ഒരല്പസമയം തന്നാൽ മലയാളത്തിൽ ഒരു ചെറിയ പരിപാടി കാണിച്ചേച്ച് ഞാൻ പിന്മാറിക്കോളാം. പിന്നെ പുലരുവോളം പാടിക്കൊടുക്ക്. പാട്ടൊക്കെ കേട്ട് വെള്ളം അടിച്ച് തലകുത്തി മറിയട്ടെ തമ്പ്രാക്കന്മാര്. എവിടെ അനിയ? എന്റെ പൊന്നനിയൻ, നീ ഏൽപ്പിച്ച പണി നല്ല അസലായിട്ട് ചെയ്തു ഈ സാറ്. സാറിന് അവിടെ നിന്നാണെന്ന് തോന്നുന്നു ശമ്പളം. ഉശിരൻ, ബെസ്റ്റ്, മിടുക്കൻ. കണ്ടോ, പുറ അടിച്ച് പൊളിച്ചിരിക്കുകയാണ്. എല്ലാരും കണ്ടോളണം. ഒരു മനുഷ്യനെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്താ മതി, ബാക്കി കാര്യം ഏമാനേറ്റു. പിന്നെന്താ?
അടി കൊള്ളുന്നവന്റെ കൈ കെട്ടിയിട്ട് കൊടുക്കണം. ഇപ്പൊ ഇവിടെ പോലീസ് കളിക്കാൻ നിക്കല്ലേ, ചളക്കൊളമാകും. വന്ന കാര്യം പറഞ്ഞിട്ട് അച്ചൂട്ടി പൊയ്ക്കോളാം. തല്ല് മാത്രമല്ല ഈ ഏമാന്റെ കയ്യില്, ചങ്കിക്കുത്തുന്ന വാക്കുണ്ട്. എന്താ? ആ, കീശയിൽ ഇത്തിരി കാശും കൊള്ളാവുന്ന തടിയുള്ള ആണുങ്ങളുടെ മുന്നിൽ തുണി ഉരിയുന്ന തള്ളയ്ക്ക് എന്നെ പോലുള്ള തന്ത ഇല്ലാത്തവന്മാരുണ്ടാവുമെന്ന്. ഏത്? നിന്റെയും എന്റെയും അച്ഛനെ പറ്റി ഈ ഏമാൻ പറഞ്ഞതാ. ആ, കേട്ട് നിൽക്കുന്നവർക്ക് ആർക്കും ശരിക്കങ്ങോട്ട് മനസ്സിലാവലുണ്ടാവില്ല അല്ലേ? കേട്ടാ തൊലി ചുളിയും സാറുമാര് വിശ്വസിക്കില്ല. പക്ഷെ സത്യ, MRS മേനോന്റെ മൂത്ത പുത്രനാ ഞാൻ, അച്യുതൻകുട്ടി. കണ്ട, എന്റെ അനിയൻ പയ്യൻ പോലീസിനെ കൊണ്ട് തല്ലിച്ചതാ. നിനക്ക് നിന്റെ തന്തയ്ക്കും പോലീസിനെ പട്ടാളത്തിനൊക്കെ കിട്ടൂടാ. ഒരു കാര്യമില്ല, അറത്തിട്ട അവിടെ നിന്ന് എഴുന്നേറ്റ് വരൂ ഈ അച്ചൂട്ടി. എനിക്ക് തീർക്കാനുള്ള കണക്കുകൾ അത്രയ്ക്ക് വേദനയുള്ളതാ. ഒരുങ്ങിയിരിക്കാൻ പറ MRS മേനോനോട്, നിന്റെ നമ്മൾ അച്ഛനോട്. പോവാണോ? അനിയ, നീ നിന്റെ തന്തയും കൂടെ ഇങ്ങനെ അങ്ങോട്ട് ഓടിപ്പോകാൻ തുടങ്ങിയാലുണ്ടല്ലോ, പിന്നെ നിൽക്കാൻ നേരം ഉണ്ടാവില്ല. നിങ്ങളുടെ പിറകെ കാണും ഈ അച്ചൂട്ടി. ടെസ്റ്റ് ഡോസേ ആയിട്ടുള്ള ഏമാനെ, കൂടിയ ഇനങ്ങൾ ഇനിയും ബാക്കിയുണ്ട് വേറെ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കണ്ടോണ്ടിരിക്കാം. എന്നാ പിന്നെ സാറ് ചെല്ല്, ഇവിടെ ഞാൻ നോക്കിക്കോളാം. ഓ, വഷളാകും. ചെല്ല് ചെല്ല്, ഓടാ. എക്സ്ക്യൂസ് മീ സഹോദര. അതിന്റെ അകത്തിരുന്ന് മൂക്കിയിട്ടണ്ട, ഇങ്ങോട്ട് ഇറങ്ങ്. എന്താടാ ചോദിച്ചു നോക്ക് മോളോടും മരുമോളോടും. ഇനി നാണം കടാൻ ബാക്കിയൊന്നുമില്ല. എവിടുന്നോ തെണ്ടി തിരിഞ്ഞൊരുത്ത വന്നിട്ടില്ലേ ഒരു അച്ഛൻകുട്ടി, ആ തെണ്ടിയുടെ കളി ഇന്നത്തോടെ ഞാൻ അവസാനിപ്പിക്കും. മോളെ രജനി, നീയെങ്കിലും പറ, എന്താ ഉണ്ടായേ? പാർട്ടി നടക്കുന്നിടത്ത് കയറി വന്ന് അത്ര ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഇനി ഒന്നും പറയാൻ ബാക്കിയില്ലമ്മേ. ഫ്രണ്ട്സിന്റെ ഒക്കെ മുമ്പ് തൊലി ഉരിഞ്ഞു പോയി അച്ഛനെ പറ്റി അയാൾ പറയുന്ന കേട്ടിട്ട്. മക്കളെ ദേഹോദരം ചെയ്തില്ലല്ലോ ആരും. ഇതിനേക്കാളും നല്ലത് അതായിരുന്നു. എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞെന്ന് അച്ഛൻ കേൾക്കാഞ്ഞിട്ടാ. ഇവിടെ എല്ലാവർക്കും അവനെ പേടിയാണെന്ന് അവനറിയാം. പിന്നെന്താണ് അവൻ ആയിക്കൂടാത്തത്? എന്താ പറയാ, നാറ്റിച്ച് നാനാവിധമാക്കി കളഞ്ഞു. ഇല്ല തോമച്ചേട്ടാ, ഇനി അവൻ നാറും. അവന്റെ ശവം ആരും ചോദിക്കില്ല ആ തെണ്ടിക്ക് വേണ്ടി. അച്ഛനൊന്നും മിണ്ടാത്ത എനിക്ക് മനസ്സിലാവാത്ത. ഇനി അവനെ വെച്ചോണ്ടിരിക്കണമെന്നുണ്ടോ? എടാ, നീ ആരുടെ മുഖത്ത് നോക്കിയാ ന്യായം പറയണേ? വീട്ടിലിരിക്കുന്ന നമുക്കൊന്നും മനസ്സിലാവില്ല. മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാതെ. എന്നാ ഇനി പുറത്തിറങ്ങണ്ട. മരിക്കോളം കഴിയാനുള്ള വക നിന്റെ അച്ഛൻ ഇവിടെ ഉണ്ടാക്കി വെച്ചു. അതിനൊരു അവകാശിയായിട്ട് അവൻ വന്നിട്ടുള്ളത്. നമ്മൾ തമ്മിൽ സംസാരിച്ചാൽ തീരൂല. എനിക്കറിയാൻ തീർക്കാൻ. ശ്രീകുട്ട വേണ്ട, മാറിയൊക്കെ എന്താ വേണ്ട അച്ഛാ, ഞാൻ ചെയ്യാം. ശ്രീകുട്ടാ, അവനെ വിളിക്കേ, അവനെ വിളിക്കാൻ. തമ്മിൽ തമ്മിൽ നിർത്ത്, നിർത്ത്. താളം വേണം, താളം. വായിക്ക്, സാ അടിച്ച് പൊളിക്കേ. സാ. അച്ചു, അച്ചു, എന്തായി കാണിക്കുന്നേ? ഇതൊക്കെ മോശമല്ലേ കുഞ്ഞെ? വരൂ. ഇവർക്ക് താളമില്ല, ഞാൻ പഠിപ്പിച്ചോണ്ടിരിക്കുക. അതൊക്കെ പിന്നെ പഠിപ്പിക്കാം. വരൂ, ഒരുപാട് സമയമായി. ഒരുപാട് സമയമായല്ലേ? എന്നാ വാ, പോവാം. ഞാൻ വരും, നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കണം. അവള് വരും കേട്ടോ. അവിടെയും കൊടുത്തേ. ഓക്കെ, പോയി. അയ്യോ, കുപ്പി ക്ഷമിക്കണം, കുപ്പി എടുക്കാൻ മറന്നുപോയി. നിങ്ങൾ വീശിക്കോ. ആ,
വന്നതിന് ശേഷമാണ് ഈ ആട്ടവും പാട്ടവും ഒക്കെ ഉണ്ടായത്. പക്ഷേ ഈ ചിരിയും കളിയൊക്കെ ഇനി എത്ര നാളത്തേക്കാണ് മോനെ? പേടിക്കണ്ട, പോയി കിടന്ന് ഉറങ്ങിക്കോളൂ. ഈ മണ്ണ് നിങ്ങളുടേതാ. ആ, എണ്ണി 45-ാം ദിവസം ഇടിച്ച് നിരത്തുമെന്ന് പറഞ്ഞ അതേ തന്തയുടെ മോനായി പറയുന്നത്. എന്റെ ചങ്കില് ജീവനുണ്ടെങ്കിൽ ആരും എവിടെയും പോകേണ്ടി വരില്ല. ഉറങ്ങണം, എല്ലാരും സന്തോഷമായിട്ട് പോയി കിടന്ന് ഉറങ്ങണം. MRS മേനോൻ. മിസ്റ്റർ മേനോൻ, തീരെ പ്രതീക്ഷിക്കാത്ത നേരത്തെ ഇപ്പൊ കളിക്കുന്ന ഈ കളിയുണ്ടല്ലോ, വല്ലാതെ തരം താഴ്ന്നു പോകുന്നു. ഞാൻ പല കളിയും കളിക്കാറുണ്ട്. അതിലേതാണാവോ? എവിടെ നിന്നോ തെണ്ടി തിരിഞ്ഞു വന്ന ഒരുത്തിനെ കയ്യിലിട്ട് എന്റെ നേരെ കളിപ്പിക്കുന്നില്ലേ ആ കളി? ഓ, അച്യുതൻകുട്ടി. അവനെ പേടിയുണ്ടല്ലേ? ദേ എന്നെ നോക്ക്, ഇവിടെ ആരും കേറി വരാനില്ല. എല്ലാം അന്നേ കണക്ക് തീർത്ത് പറഞ്ഞയച്ചു. പക്ഷെ നമ്മൾ അങ്ങനെയല്ലല്ലോ, പകൽമാനിനല്ലേ. കക്കാൻ പഠിച്ചു, നിക്കാൻ പഠിച്ചില്ലല്ലേ. അവൻ എന്റെ തന്നെ വന്ന് പെട്ടു. നേർക്ക് നേരെ നിന്ന് ജയിക്കാൻ പറ്റാതെ വന്നപ്പോ കണ്ടെത്തിയ വൃത്തികെട്ട വഴി ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്ന നല്ലത്. ഭീഷണിയാണോ? ഒരു ചുക്കും ചെയ്യില്ല. താൻ കണ്ടോ, അച്യുതൻകുട്ടിയില്ലേ, തന്റെ അതേ ചോര. അതുകൊണ്ട് ഞാൻ കളിക്കും. കളിച്ചു. തീർക്കേണ്ടത് എന്റെ ആവശ്യമാണെങ്കിൽ ഞാൻ തീർത്തിരിക്കും. ചെല്ലേ, സമയം കളയണ്ട, ഇറങ്ങാൻ.